ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവർക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ തവണയല്ലേ തന്നെ അവരിപ്പോ തല്ലുന്ന. താൻ ഇവിടുത്തെ ഡ്രൈവർ, ഞാനിവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി. നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് എടുക്കുന്നില്ലേ? അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരത് പറയട്ടെ. ഞാനും താനും പുറത്തു പോയാ അവർക്കെന്താ കുഴപ്പം? ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളില് മറ്റൊരാൾ തലയിടുന്നത് ശരിയല്ല. അത് തന്റെ രണ്ടാനമ്മയായാലും ശരി, ആരായാലും ശരി. താനത് വിടോ, അത് കഴിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ വിടും? ഞാൻ കാരണമല്ലേ തനിക്ക് തല്ലു കിട്ടിയ. ശരിക്കും അവർക്കല്ല, തനിക്കാ വട്ട്. നല്ല മുഴുത്ത വട്ട്. നല്ലൊരു ഡ്രൈവറല്ലേ താൻ? എവിടെ പോയാലും തനിക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു തൊഴിലും കയ്യിൽ വെച്ചിട്ട് താൻ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും സഹിച്ച് തല്ലും കൊണ്ട് ഇവിടെ കിടക്കുന്ന? കളഞ്ഞിട്ട് പോടോ ഇവിടുന്ന്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്ക്. നമുക്ക് നിവർത്തിയില്ലെന്ന് കരുതി വെറുതെ എടുത്തിട്ട് തല്ലുവാണോ? അല്ല, ശരിക്കും എന്താ അവരുടെ പ്രശ്നം? ഞാനും താനും ഒന്ന് പുറത്തു പോയതോ? നമ്മള് പുറത്തു പോവും, സംസാരിക്കും, ചിലപ്പോ ബീച്ചിൽ പോയെന്ന് വരും, ചിലപ്പോ സിനിമയ്ക്ക് പോയെന്നും വരും. അതിന് അവർക്കെന്താ? 2 തവണ അവരെന്റെ അമ്മയെ തല്ലി, 2 തവണ തന്നെയും വെച്ചിട്ടുണ്ട് ഞാൻ അവർക്ക്. അവർക്ക് തല്ലാൻ ഒരു മോൻ എടുത്തുണ്ടല്ലോ, അവനെ തല്ലിയ പോരെ? എടോ, കുറെ വർഷമായി ഞാനിവിടെ വന്നിട്ട്. എന്നൊരു മോനെ പോലെയാ രമമ്മ കാണുന്നത്, ഞാൻ അമ്മയെ പോലെ. അതുകൊണ്ട് 1-2 കിട്ടിയാലും സാരമില്ല. നമ്മുടെ അമ്മ തല്ലിയ നമുക്ക് വേദനിക്കോ? ഇല്ലല്ലോ. ഇതും അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഉള്ളത് തന്നെ. എന്തെന്ന്? താൻ ഒരു അസല് കിഴങ്ങനാണെന്ന്. മാതിരി വർത്താനോ താനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്? കിഴങ്ങ് എന്റെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്നെ ഇഷ്ടമായതുകൊണ്ടാ ഞാനിപ്പോ ഇതൊക്കെ സഹിച്ച് കേട്ട് നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ കേക്ക്. മര്യാദക്ക് ഇവിടുന്ന് പോ. എന്നിട്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് ജോലി എടുത്ത് ജീവിക്കേ. ഇവിടെ കിടന്ന അവരുടെ അടിയും കൊണ്ട് താൻ ചാവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് പോകുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് അത്രയും പ്രിയപ്പെട്ടതൊക്കെ ഉള്ളത് ഇവിടെയാ. പിന്നെ തല്ലിന്റെ കാര്യം, തന്റെ കൂടെ വന്നതിനല്ലേ തല്ലി കിട്ടിയത്. തന്റെ ഒപ്പം നടക്കുന്നതിന് 2 തല്ലി കിട്ടിയാലും സാരമില്ല. ജേട്ടാ, ഐശ്വര്യയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അതിനെന്താ, വരട്ടെ. നമ്മൾ നേരത്തെ റെഡിയാണല്ലോ. ചന്ദ്രലേഖേ, ഐശ്വര്യലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്.